വിജയെ സംബന്ധിച്ച് ഈ സിനിമ അവതരിപ്പിക്കുക, ഈ സിനിമ തമിഴ്നാട്ടിൽ ആകമാനം ഒരു വികാരം സൃഷ്ടിക്കുക, ആ വികാരത്തിൻ്റെ പിന്നാലെ TVKയുടെ രഥയാത്ര വരിക, അതായത് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയില്ലേ, അതിലിപ്പോൾ ആദ്യം ഇറക്കേണ്ട സാധനം ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ വാദം കേൾക്കുന്നു, കോടതി പോകുന്നു, അതുമേലെ ഒരുപക്ഷെ അപ്പലേറ്റ് കോർട്ടിലേക്ക് പോകുന്നു, തീരുമാനം എടുക്കാൻ വൈകുന്നു. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലൊക്കെ ഇറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പ്ലാൻ പൊളിയും എന്ന പ്രശ്നമുണ്ട്. കാരണം ഇലക്ഷൻ നഷ്ടം ഉണ്ടാവും എന്ന് മാത്രമല്ല, പൊങ്കൽ റിലീസ് വെച്ചതെന്നാണ്, അവിടെ തന്നെ അവർക്ക് നഷ്ടമുണ്ട്. അത് മുന്നോട്ട് പോകുന്നതോറും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അതിൻ്റെ ഒരു പരിപാടിയുണ്ട്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൽ വീഴ്ച പറ്റുന്നുള്ള പ്രശ്നമുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞത് റിലീസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഈ ഇലക്ഷനാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഭാഗം. അപ്പോൾ ആ നിലയ്ക്കുള്ള വെല്ലുവിളി ഈ സിനിമ വൈകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നേരിടുന്നുണ്ടാവും. കാരണം ഇതൊരു സാധാരണ ബിസിനസ് പ്രോജക്റ്റ് അല്ല, ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. പിന്നെ വേറൊന്നുണ്ട്, അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ വേട്ടയാടുകയാണെന്ന് പറയുക വഴി എന്ത് സംഭവിക്കും? ഭരണകൂടം വിജയിയെ വേട്ടയാടുകയാണ്, ഭരണകൂടം വിജയെ ആക്രമിക്കുന്നു, ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വിജയ് ചെയ്യുന്നൊരു ഫീൽ തമിഴ്നാട്ടിൽ പതിയെ ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ അത് കാണാൻ പറ്റും. വിജയുടെ ഈ TVKക്കാർ വിചാരിക്കുന്നത് ആദ്യം ഇവരുടെ ഫാൻസിനെ ഒരുമിപ്പിച്ച് നിർത്തും, ഫാൻസിന് പുറത്തേക്കും വിജയ് ഭരണകൂടത്തിൻ്റെ ഒരു ശത്രുവാണല്ലോ, ഭരണകൂടം അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കാമെന്നൊരു ഫീൽ ഉണ്ടാകുന്നത് ഞാൻ ഭരണകൂടത്തിനെതിരെ ഒരു പോരാളിയാണെന്നൊരു ഇമേജ് വർദ്ധിപ്പിക്കാൻ പറ്റും. ആ നിലയ്ക്കുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റും സത്യം പറഞ്ഞാൽ TVK സംബന്ധിച്ച് ഇതിനകത്തുണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. കാരണം അവരുടെ ഒരു പ്രചാരണ തന്ത്രത്തിലെ ഒരു മെയിൻ എലമെൻ്റായ സിനിമ ആ സമയത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ അതിനകത്തുണ്ട്. എന്നാലും വിജയ് വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് എന്തുമാത്രം തമിഴ്നാട്ടുകാരെ പിടിക്കുമെന്നത് കണ്ടറിയണം. സിനിമ പ്രോജക്റ്റ് സത്യം പറഞ്ഞാൽ ഓവറോൾ നോക്കിയാൽ വിജയെ സംബന്ധിച്ചൊരു കനത്ത തിരിച്ചടിയാണ്. കാരണം അവരുടെ സമയബന്ധിതമായ ആ പരിപാടി നടന്നിട്ടില്ല.